ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാബുരാജിനെ പറ്റി ഒരു പീഡന പരാതിയുമായിട്ടൊരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ വീഡിയോ ദൃശ്യങ്ങളോ ബാക്കിയോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല. ഇതിനകത്ത് വ്യക്തമായിട്ടൊരു കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പം ബാബുരാജിനെതിരെ അവർ പീഡന പരാതി ഉന്നയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആലുവയുള്ള ഫ്ലാറ്റിൽ വിളിച്ച് ഈ പറയുമാതിരി പീഡിപ്പിച്ചു എന്നുള്ള അതാണ് ഈ ബാബുരാജിനെതിരെ പറഞ്ഞ പരാതി. ലേശ ഉളുപ്പ് സീരിയസ് ആയിട്ട് പറഞ്ഞ അവർ 2009 നടന്നതായിട്ടാണ് ഈ ഇഷ്യൂ പറയുന്നത്. 2009 ബാബുരാജിന് അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീട് അവിടെ ഇല്ലായിരുന്നു. അതായത് ബാബുരാജിന് വീടുണ്ടെന്ന് 2012 മനസ്സിലാക്കിയ സ്ത്രീയാണ് ഈ ബാബുരാജിനെതിരെ ഈ ഒരു ആരോപണമായിട്ട് വന്നത്. 2012 മുതൽ 16 വരെയും അതിനുശേഷം 17 മുതൽ 22 വരെയും അവിടെ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്നത്. അവരിപ്പോൾ പറയുന്നത് അവരെ അവരുടെ ചെറുപ്പകാലത്ത് അവരെ വിളിച്ച് പീഡിപ്പിച്ച് അവിടുത്തെ പോയി വീണ്ടും പോയി റേപ്പ് ചെയ്യാൻ നിന്നു കൊടുത്തു എന്നൊക്കെയാണ്. ലേശ ഉളുപ്പ്. അതേ കണക്ക് 24 ന്യൂസിനോട് ആരാ വന്നിരിക്കുന്നത്, എന്താ വന്നിരിക്കുന്നത് എന്ന് പോലും അറിയാത്ത ഇവർ സിനിമയായിട്ടൊരു ബന്ധമില്ല. അവരെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇവരുടെ റിസോർട്ടിൽ ജോലിക്ക് വന്നതാണ്. ഒരു പ്രാവശ്യമല്ല, ഒരു പ്രാവശ്യം റിസൈൻ ചെയ്ത് പോയിട്ട് വീണ്ടും അവരവിടെ ജോലിക്ക് വന്നതാണ്. അതിന് കൃത്യമായ എവിഡൻസും കാര്യങ്ങളും ഒക്കെ ബാബുരാജിൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ഇവർ ഇപ്പോൾ ആ സ്ത്രീയും സമ്മതിക്കുന്നുണ്ട്, അവർ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അവിടെ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ പ്രൈമറി ഇൻസൈഡ് പൊളിറ്റിക്സ്, ഈ സിനിമയ്ക്കിടയിൽ ഇൻസൈഡ് പൊളിറ്റിക്സ് കൃത്യമായിട്ട് പറഞ്ഞാൽ പൃഥ്വിരാജിനെ അമ്മയുടെ തലപ്പത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇൻസൈഡ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഒരു പാവം മനുഷ്യനെ അയാൾ 1-2 ദിവസം അനുഭവിച്ചത് ഭയങ്കര മോശാവസ്ഥയിലൂടെയാണ്. ഇപ്പോൾ ആൾക്കാർക്ക് അത് ബോധ്യമായി വന്നിട്ടുണ്ട്. ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഇതുപോലുള്ള തന്തയില്ലാത്തരം കാണിക്കുന്ന 24 ന്യൂസുകളൊക്കെയുള്ള ചാനലുകളുള്ളൂ. എന്തിൻ്റെ ബേസിലാണ് നിങ്ങൾ ഈ പറയുന്ന സ്ത്രീ അവരുടെ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, ഒന്നുമല്ല, ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖവും മറച്ച് നിങ്ങളവിടെ കൊണ്ടിരുന്ന തന്തയില്ലായ്മ കാണിച്ചത് എന്തിൻ്റെ ബേസിലാണ്? ആര് വിളിച്ചാലും പെണ്ണാന്ന് പറഞ്ഞുകൊണ്ട് ആര് വിളിച്ചാലും നിങ്ങൾ അവിടെ കയറ്റിയിരുത്ത് എന്ത് റെപ്യൂട്ടേഷനുള്ള ചാനലാണ് ഈ 24 ന്യൂസ്? നിങ്ങൾ സമൂഹത്തെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? സീരിയസ് ആയിട്ടും പറയണം. ഈ ബാബുരാജിൻ്റെ പറ്റി നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, ആൾ ഭയങ്കര ഈ സ്ത്രീകളോടും ഒന്നും മോശമായിട്ട് ഇതാവുന്നതല്ല, ഭയങ്കര സ്ത്രീകളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. സ്ത്രീകളെ അവമാനിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം ഈ നമ്മൾ സിനി ഫീൽഡിലൊക്കെ പോകാൻ നേരത്ത് അവിടെ സ്ത്രീകൾക്ക് ഒരുപാട് റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. ആ ഒരു വ്യക്തിയെ നമ്മുടെ മുൻ നായികയായിരുന്ന വാണി വിശ്വനാഥിൻ്റെ ഭർത്താവും കൂടാണ് ഇവർ. അയാളെ ഒരു ദിവസം കേരള സമൂഹം മുഴുവൻ അയാളെ ഒരു പീഡകനായി, ഒരു മോശം മനുഷ്യനായിട്ട് ചിത്രീകരിച്ചു. ഇതിനകത്തെ ഇൻസൈഡ് പൊളിറ്റിക്സ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പാർവതി തിരുവത്തൂർ, പൃഥ്വിരാജ് എന്നിവരെ അടങ്ങുന്ന ഒരു ഇൻസൈഡ് പൊളിറ്റിക്സ് ഇവിടെ നടക്കുന്നുണ്ട്. അതിന് ഉദ്ദേശമൊന്നുമില്ല. ഇവരെല്ലാവരും തിരിച്ച് അമ്മയിൽ കയറാനുള്ള പരിപാടിയാണ്. ഈ പറയുമാതിരി പൃഥ്വിരാജിനെ കൊണ്ടുവരുന്നവിടെ ഇത് പരിശുദ്ധിയായി. അതിനുശേഷം പാർവതി തിരുവത്തൂരും ആ ടീമും ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നു. ആഷിഖ് കപൂർ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞത് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, ഒരു മനുഷ്യനും ചർച്ച ചെയ്യുന്നില്ല. ആഷിഖ് കപൂർ ആരാണ്? റീമ കല്ലിങ്കലിൻ്റെ ഭർത്താവാണ്. ആണോ ഇല്ലയോ? ഈ WCCയിലെ അംഗമായ റീമ കല്ലിങ്കലിൻ്റെ ഭർത്താവാണ്. എന്തുകൊണ്ട് റീമ കല്ലിങ്കൽ WCC ഇത് ചെയ്യുന്നില്ല? ആരും ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? റീമ കല്ലിങ്കൽ എന്ന് പറയുന്ന WCCയുടെ എന്താണ് ഒരു പ്രവർത്തനാംഗം, അവരെ എന്തുകൊണ്ട് WCC ഒഴിവാക്കുന്നില്ല? അവരെ ഭർത്താവിനെതിരെയല്ലേ ഇത്ര വലിയ ആരോപണം വന്നത്? അതെന്താ? ഈ വുമൻസ് കളക്റ്റീവിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ വുമൻസിന് വേണ്ടി സംസാരിക്കുന്നു, അവരുടെ ഭർത്താവ് തന്നെ ഇത് കാണിക്കുന്നുണ്ട്, അവരെ ഡിവോഴ്സ് ഒന്നും ചെയ്യുന്നില്ല, അയാളെ തന്നെ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്, അയാളാണ് ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പോകുന്നുണ്ട്. എന്തുകൊണ്ട് ആഷിഖ് കപൂറിനെതിരെ സംസാരിക്കുന്നില്ല? ഇതിനകത്ത് ഇൻസൈഡ് പൊളിറ്റിക്സ്. നിങ്ങൾ വന്ന ആൾക്കാരെ നമ്മൾ നോക്കിയത്, നമുക്ക് മുഖ്യ ഉദാഹരണം ഈ ചാനൽ കാണുന്നവർക്കറിയാം, താരാലക്ഷ്മിയെ പോലുള്ളവരാണ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നേക്കുന്നത്. എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്? ഇതിലെ കൂടെ പോയി ഇപ്പം ജെന്യൂനായിട്ടുള്ള കുറച്ച് കേസുകളുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം ഈ അവസ്ഥയെ അത് മുതലെടുക്കുന്നവരാണ് വളരെ കൂടുതൽ. സോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അതേ കണക്ക് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ പറയുന്ന വ്യക്തിക്കെതിരെ
ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹത്തെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ധാർമ്മികത എന്നുള്ള രീതിയിൽ ഞാൻ ബാബുരാജിനോട് അപ്പോളജി പറയുകയാണ്. ഇതുപോലെ എല്ലാ മാധ്യമങ്ങളും കാണിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. കാര്യം തെറ്റുകൾ പറ്റും, അത് തിരുത്തപ്പെടുന്നിടത്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അപ്പോളജി പറയുന്നിടത്താണ് ഒരു മാധ്യമത്തിൻ്റെ ധർമ്മം ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ വലിയ മാധ്യമമൊന്നുമല്ല, പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ചാനൽ എന്നുള്ള രീതിയിൽ തെറ്റ് പറ്റിയ അത് പറയുക. ഇനി നമ്മുടെ സ്റ്റാൻഡേർഡൊന്നും ആരും അളക്കാനൊന്നും വരണ്ട. സോ മറ്റ് മാധ്യമങ്ങളും ഇത് കാണിക്കുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. എന്താ പറയുന്നത്, ഈ സിനിമയ്ക്കുള്ളിലെ ഇൻസൈഡ് പൊളിറ്റിക്സും കൂടെ മനസ്സിലാക്കി വേണം ആൾക്കാർ, ഈ പറയുന്ന ആൾക്കാരെ വിലയിരുത്താൻ വേണ്ടി. ബാബുരാജിനോട് ഇവരെല്ലാം മാപ്പ് പറഞ്ഞു, അപ്പോളജി ചോദിച്ചിട്ടുണ്ടോ? ധാർമ്മികമായ ഒരു ഇതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.